ഇന്ന് ചിത്തിര ദിവസമാണേ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ഇനി വിളക്ക് കത്തിക്കാനായിട്ട് പോവാം കേട്ടോ. വിളക്ക് കത്തിച്ചിട്ട് വേണം അടുക്കളയിലോട്ട് കയറാൻ. പത്രമൊക്കെ വന്നിട്ടുണ്ട് 6 മണി കഴിഞ്ഞപ്പോഴത്തേനും. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. ഞാൻ 6 മണിയാകുമ്പോഴേ എഴുന്നേൽക്കുന്നുള്ളൂ കേട്ടോ. കാരണം 6 മണിക്ക് എഴുന്നേറ്റാലേ എനിക്ക് ആ സമയത്തേ കുളിക്കാൻ പറ്റൂ. 5 മണിക്കൊന്നും കുളിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഈ തണുപ്പടിച്ചിട്ട് എനിക്ക് കൈയൊക്കെ അങ്ങ് മരവിക്കുന്ന പോലൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 6 മണിക്ക് എഴുന്നേറ്റ് പയ്യെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് 6:30 കഴിയുമ്പോഴത്തേനുമാണ് അടുക്കളയിൽ കയറുന്നത് കേട്ടോ. സാവധാനത്തിൽ ചെയ്താൽ മതിയല്ലോ എല്ലാം. പിന്നെ നീലൂസിന് കൊടുത്തു വിടാനായിട്ട് ലഞ്ചിന് അപ്പം തന്നെയാണ് കൊടുത്തു വിടുന്നത്. രാവിലെ നമുക്ക് കാപ്പി അപ്പം എടുക്കുന്നത്. അപ്പോൾ അപ്പം തന്നെയാണ് കൊടുത്തു വിടുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനില്ല. പിന്നെ ഈ ഒരു സാധനം കത്തിച്ച് വെച്ചിട്ട് നേരെ ഇനി കുറിയൊക്കെ തൊട്ടിട്ട് അടുക്കളയിലോട്ട് കയറാം. അപ്പത്തിൻ്റെ മാവ് ഇന്നലെ തന്നെ ഞാൻ രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ചുട്ടെടുത്താൽ മാത്രം മതി. പിന്നെ ആദ്യമേ ചായ ഇടാനുള്ള തയ്യാറെടുപ്പാണ്. ചായ കുടിച്ചാലല്ലേ ഒരു ഇത് കിട്ടത്തുള്ളൂ, എനർജി കിട്ടൂ. ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ല. എന്നാലും ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറേ നാൾ, ഒരു മാസത്തേന് പഞ്ചസാര ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാനൊരു ഭ്രാന്തിയെപ്പോലെ ആകും പോലെ എനിക്കൊരു ഫീലുണ്ടായിരുന്നു. ഞാൻ ആകെ മാറിപ്പോയി കേട്ടോ. നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് ഷുഗർ കട്ട് നല്ലതാണ്. പക്ഷേ എനിക്കെന്തോ അങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ രാവിലെ മാത്രം ഇച്ചിരി പഞ്ചസാര ഇട്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്ന് ഞാൻ ഈ കതവ് തുറന്നിടുമ്പോൾ ഇവിടെ വന്നിരുന്ന് ഓരോരുത്തരായിട്ട് വിളി തുടങ്ങും, ഈ വരുന്നവർ. അങ്ങനെ ഞാൻ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അത് കൊടുക്കും കേട്ടോ. കേക്കോ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെച്ച് കൊടുക്കും. അങ്ങനെ അത് കഴിച്ചിട്ട് അവരങ്ങ് പൊക്കോളും. വലിയ ശല്യമൊന്നുമില്ല കേട്ടോ. പിന്നെ തുണിയൊക്കെ നനച്ചിട്ടിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അതിൽ കയറിയിരുന്ന് കാഷ്ടിച്ച് വെക്കുകയൊക്കെ ചെയ്യും. എന്നാലും കുഴപ്പമില്ല, ഞാനത് പിന്നെയും കഴുകും കേട്ടോ. നല്ല രസമാണ് അവർ വന്നിരുന്ന് ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണാം. അങ്ങനെ നോക്കിയിട്ട് വിളിക്കും കേട്ടോ, കാന്ന് വിളിക്കും. അപ്പോൾ കേക്കൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ഞാൻ ചായ ഇട്ടു. ആദ്യമേ അങ്ങ് ചായ ഇടാനാണ് തുടങ്ങിയത്. കാരണം സാവധാനത്തിലെല്ലാം റെഡിയാക്കിയാൽ മതി. 8 മണിയാകുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കിയാൽ മതി. നീലൂസിനെ 7:30 വിളിച്ചാൽ മതി, ചേട്ടായി കുളിപ്പിച്ചോളും. ഇന്ന് നീലൂസിന് എക്സാം ദിവസമാണ് കേട്ടോ. ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ എക്സാമുണ്ട്. എക്സാമിന് പോകണം. അപ്പം എന്നാലും ദിവസവും പോകുന്ന ആ സമയത്ത് തന്നെ പോകണം കേട്ടോ. എന്നിട്ട് തിരിച്ചു വരുന്നതും ദിവസവും വരുന്ന സമയത്ത് തന്നെ. വണ്ടിയിലായതുകൊണ്ട് ആ സമയത്ത് തന്നെയാണ് വണ്ടി ഉള്ളത്. അപ്പോഴേ നമുക്ക് നേരത്തെ വേണമെങ്കിൽ പോയി വിളിക്കാം. പക്ഷേ ചേട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ബസ്സിനൊന്നും പോയി വിളിക്കേണ്ട, വെയിലൊക്കെ അല്ലേ, വണ്ടിയിലിങ്ങി വരട്ടെന്ന് വിചാരിച്ചു കേട്ടോ. നീലൂസിന് ഇന്ന് ഇംഗ്ലീഷിൻ്റെ എക്സാമാണ് കേട്ടോ. ഒരുവിധമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എഴുതുമായിരിക്കും. അവനെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ അവൻ എഴുതട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അവനെ നിർബന്ധിക്കുന്നൊന്നുമില്ല, ഒരുപാട് അങ്ങോട്ട് പ്രഷർ കൊടുക്കുന്നുമില്ല. അവന് പറ്റുന്ന പോലെയൊക്കെ അവൻ എഴുതട്ടെ. അവന് പറ്റുന്ന പോലെ അവൻ പഠിക്കുന്നുമുണ്ട്. പറഞ്ഞു കൊടുക്കുമ്പോൾ മടിയൊന്നും ഇല്ലാതെ വന്നിരുന്ന് പഠിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അത് തന്നെ സമാധാനം. ഓട്ടം ചാട്ടം അങ്ങനെയൊന്നുമില്ല. പിന്നെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ അപ്പത്തിന് ചമ്മന്തിയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മളെ ഒഴിക്കുന്ന ചമ്മന്തിയല്ല, കടുക് വറുത്ത് എടുക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, നമ്മുടെ തോരൻ പോലെ എടുക്കുന്ന ചമ്മന്തി, ആ ചമ്മന്തിയാണേ. അതാണ് എനിക്ക് അപ്പത്തിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് ഒഴിച്ച ചമ്മന്തിയെക്കാട്ടിലും എനിക്ക് ആ ചമ്മന്തി കൂട്ടി അപ്പം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണോ എന്ന് പറയണേ. നിങ്ങൾക്ക് അറിയാവോ ശരിക്കും പറഞ്ഞാൽ ഈ ചമ്മന്തിയെ പറ്റി? ഇവിടെ അങ്ങനെ എല്ലാവർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് അങ്ങോട്ട് കൊല്ലം ആ ഭാഗത്തൊക്കെ ഉള്ളവരാണെന്ന് തോന്നുന്നു ഈ ചമ്മന്തി കൂടുതലും എടുക്കുന്നത് നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പം പണ്ട് കുഞ്ഞിലെ ഞാൻ സ്ഥിരം ഇത് തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഒരു കടയുണ്ടായിരുന്നു, ഒരു വിജയൻ എന്ന് പറയുന്നത്, വിജയമാമൻ്റെ കട. മാമൻ്റെ കടയിൽ നിന്ന് രാവിലെ കാപ്പി വാങ്ങിക്കുമ്പോൾ അപ്പോൾ ഈ ചമ്മന്തി ആയിരിക്കും കിട്ടുന്നത്. അത് വാഴയിലയിൽ അപ്പത്തിൻ്റെ കൂടെ തന്നെ ഈ ചമ്മന്തി വെച്ചിട്ട് ഓരോ അപ്പത്തിൻ്റെ മേളിൽ ഇങ്ങനെ ചമ്മന്തി വെച്ച് അങ്ങനെ പൊതിഞ്ഞായിരിക്കും തരുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് പൊതി അങ്ങോട്ട് തുറക്കുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും വായിന്ന് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.